ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില തരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി സംസാരിക്കാൻ മറ്റു പലരും വന്നെന്നിരിക്കും. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരിച്ച് പറയുന്ന പല കാര്യങ്ങളും തള്ളിക്കളഞ്ഞെന്നിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും അവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ള സമയത്ത് മാത്രമായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്പെക്റ്റ്, ബഹുമാനം എന്നൊക്കെ പറയുന്ന കാര്യം നമുക്കൊരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നെ നീ ബഹുമാനിച്ചേ പറ്റൂ എന്ന് നമുക്ക് ആരോടും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് പറയാതെ പറയാനായിട്ട് സാധിക്കും. അതിനുള്ള വഴികളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലായിക്കോട്ടെ, ജോലിസ്ഥലത്തായിക്കോട്ടെ, ബന്ധങ്ങളിലായിക്കോട്ടെ, ഞാൻ ഇനി പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തു തുടങ്ങും. ഈ കാര്യങ്ങൾ സമൂഹത്തിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. സോ പോയിന്റ് നമ്പർ 1, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വെച്ച് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങൾ തുടർച്ചയായിട്ട് മറ്റുള്ളവരുടെ മോശം പെരുമാറ്റങ്ങളെ സഹിക്കുകയും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ക്ഷമ പറയുകയും നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെയെല്ലാം മാറ്റിവെക്കുകയും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്ത് കാര്യവും ഇനി അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവർക്ക് നിങ്ങൾ വരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ എനർജിക്കും ഒരു വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതെപ്പോഴും എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു കാര്യമല്ല. അതിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക കൂടി വേണം. നമുക്ക് നമ്മളോടില്ലാത്ത ഒരു വികാരങ്ങളും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോമിസുകൾ പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് കൊടുക്കുന്ന പ്രോമിസ് ആണെങ്കിലും ശരി, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രോമിസ് ആണെങ്കിലും ശരി, അത് പാലിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അങ്ങനെ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രോമിസ് ചെയ്യാൻ പാടില്ല. ഈവൻ നിങ്ങൾ ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വിളിക്കുക. നിങ്ങളൊരു കാര്യം ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലോസ് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് മറ്റുള്ളവരെ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു. നമുക്ക് വാക്കുകൊണ്ട് പറയുന്നതിനേക്കാളും ഒരുപാട് എളുപ്പം എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. അതാണ് ആളുകളിൽ വിശ്വാസം ഉണ്ടാക്കുന്ന കാര്യം. നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും വിളിച്ചു പറയരുത്. അതുകൊണ്ടാണ് ഞാൻ സൈലൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ വെറുതെ വിളിച്ചു പറയുമ്പോൾ ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതും ആ ഒരു രീതിയിലായിരിക്കും. മൂന്നാമതായിട്ട് ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്, വളരെ കുറച്ച് മാത്രം സംസാരിക്കുക. സംസാരിക്കേണ്ടപ്പോൾ മാത്രം സംസാരിക്കുക. സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടുന്ന ആളുകളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്ന ആളുകളല്ല. അവർക്കറിയാം അവരെല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയേണ്ടതില്ല. അവർ കൂടുതൽ സമയത്തും വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ സംസാരിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ തീർച്ചയായിട്ടും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ ചുറ്റും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളേക്കാൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാൾക്കാണ് റെസ്പെക്റ്റ് കിട്ടുക. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോ എന്നുള്ള വാക്ക് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ്. എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിന് എപ്പോഴും യെസ് പറയണമെന്നില്ല. എപ്പോഴും യെസ് പറയുന്ന ഒരാൾക്ക് സമൂഹം വില കൊടുക്കില്ല. അതങ്ങനെയാണ്. അവിടെ ആളുകൾ ചിന്തിക്കുക നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ വളരെ റെസ്പെക്റ്റോടു കൂടി പറയുന്ന ഒരു നോ, അത് നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുകയാണ്. അത് മറ്റുള്ളവരോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവൈലബിൾ അല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സമയം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ളത്. അഞ്ചാമതായിട്ടുള്ള കാര്യം, നിങ്ങൾക്കൊരു പ്രഷർ പോയിന്റ് വരുമ്പോൾ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ലൈഫ് വളരെ ഈസി ആയിട്ടിരിക്കുന്ന സമയത്ത് ശാന്തമായിട്ടിരിക്കാൻ, കാമായിട്ടിരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ ശരിയായിട്ടുള്ള ക്യാരക്ടർ പുറത്തു വരുന്നത് അവരൊരു പ്രശ്നം നേരിടുന്ന സമയത്താണ്. ഓരോ സിറ്റുവേഷനും വരുന്ന സമയത്ത് അതിനോട് ഇമോഷണലി റിയാക്ട് ചെയ്യാത്ത ആളുകളെ മറ്റുള്ളവർ ശ്രദ്ധിക്കും. ചില ആൾക്കാർ ചെറിയൊരു സ്പാർക്ക് മതി ഇമോഷണലി റിയാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവരുടെ മുൻപിൽ വിളിച്ചു പറയാനും ഒക്കെ.
പക്ഷേ ചില ആൾക്കാർ എത്ര പ്രശ്നമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ കാമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന കാണാം. അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അതൊന്ന് കോപ്പി ചെയ്യണമെന്ന് പോലും തോന്നിപ്പോകും. ഇത്തരത്തിൽ വളരെ പ്രഷറുള്ളൊരു സിറ്റുവേഷനിൽ കാമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ മെൻ്റൽ സ്ട്രെങ്ത് ആണ്. അത് മറ്റുള്ളവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ്. ആറാമതായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അറിവെന്ന് പറയുന്ന ഒരു കാര്യം അത് നമ്മൾക്ക് എപ്പോഴും കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കുക. എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നല്ല. നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം, ഒന്ന് ക്യൂരിയസ് ആയിട്ടിരിക്കാം. അതായത് നിങ്ങളുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത്, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്യൂരിയോസിറ്റിയോടുകൂടി അന്വേഷിക്കുക. പക്ഷേ ഈ അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തരുന്നതായിരിക്കണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആളുകൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ്, അല്ലാതെ എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിലിരിക്കുന്ന ആളുകളെയല്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം കോൺഫിഡൻസോടുകൂടി ഇന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നിങ്ങൾക്ക് റെസ്പെക്റ്റ് അല്ലേ ഉള്ളത്? ഇനി ഏഴാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ റെസ്പെക്റ്റോടുകൂടി കാണുക എന്നുള്ളതാണ്. അവരാരും ആയിക്കോട്ടെ, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റെസ്പെക്റ്റ് കൊടുക്കണം. റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, ബഹുമാനം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന ആളുകൾക്ക് മാത്രം വേണ്ടിയുള്ളതല്ല. അതിപ്പോൾ വെയിറ്റേഴ്സ് ആണെന്നിരിക്കാം, അല്ലെങ്കിൽ ക്ലീനേഴ്സ് ആണെന്നിരിക്കാം, ഡ്രൈവേഴ്സ് ആണെന്നിരിക്കാം, ആരും ആയിക്കോട്ടെ, നമുക്ക് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം തോന്നിയാൽ തീർച്ചയായിട്ടും കൊടുക്കണം. ഇത് പറയുമ്പോൾ പണ്ടൊരു ഇൻസിഡൻറ്റ് കണ്ട കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഓപ്പോസിറ്റ് ഒരു ഹസ്ബൻഡും വൈഫും 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. എല്ലാം വാരി വലിച്ച് അവിടെയെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് വൈഫ് അവിടെ ടേബിളിലും അതുപോലെ തന്നെ കസേരയിലും ഒക്കെ വീണ ഭക്ഷണം കുറച്ചെടുത്ത് വീണ്ടും ആ പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഹസ്ബൻഡ് വൈഫിനെ ഭയങ്കരമായിട്ട് ശകാരിക്കുകയുണ്ടായി. ഞങ്ങളൊക്കെ കേട്ടു. ഇവിടെ വെയിറ്റേഴ്സിന് പിന്നെ എന്താ പണി, അവന്മാർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അത് കേട്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് ഉണ്ടായ ഒരു ജാള്യതയും ഞങ്ങളത് കേട്ടതിലുണ്ടായ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ആ മനുഷ്യൻ്റെ ആ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഭാവം അതെനിക്കിപ്പോഴും ഇറിറ്റേഷനാണ് അത് ഓർക്കുന്ന സമയത്ത്. കാരണം ആ വ്യക്തി, ആ വെയിറ്റർ എന്നുള്ള ആ ഒരു ജോലി എത്ര വില കുറച്ചാണ് കണ്ടത്. കാരണം നമുക്കൊരു വ്യക്തിയോട് കുറച്ച് ബഹുമാനത്തിൽ, കുറച്ച് സ്നേഹത്തോടെ, നല്ല ഭാവത്തിൽ പെരുമാറിയാൽ എന്താണ്, അവരും ചെയ്തതൊരു ജോലിയാണ് അല്ലേ? ഇത് പറഞ്ഞ ആ ഒരു വ്യക്തി വളരെ വെൽ ഡ്രസ്ഡ് ആണ്, ഒരു കോസ്റ്റ്ലി മാനായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ആ ഒരൊറ്റ മൊമെൻറ്റിൽ, ആ ഒരൊറ്റ ഡയലോഗിൽ ആ ഒരു വ്യക്തിയോടുള്ള സകല റെസ്പെക്റ്റും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രൂപത്തിലോ ഭാവത്തിലോ കാര്യമല്ല, നമ്മളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ, കുറച്ച് സൈലൻസ് ഒക്കെ നമ്മൾ ചില സമയത്ത് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കാത്ത ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിന്നും റെസ്പെക്റ്റ് കിട്ടാൻ വളരെ പാടാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് അതൊരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇനി എട്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെല്ലാവരും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും. സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടുന്ന ആളുകൾ എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നതിനോടൊപ്പം അവനവൻ്റെ ആഗ്രഹങ്ങളും അവനവൻ്റെ തീരുമാനങ്ങളും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ എപ്പോഴും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുകയില്ല. അവരെപ്പോഴും ആലോചിക്കും. എന്നിട്ട് അവർക്ക് സമാധാനം കിട്ടുന്ന സൊല്യൂഷൻ എന്താണോ അതായിരിക്കും അവർ ചെയ്യുക. ഒമ്പതാമതായിട്ട് അവരെപ്പോഴും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളുകളായിരിക്കും. ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് അവനവൻ്റെ പിഴ കൊണ്ടാണ്, അല്ലെങ്കിൽ അവനവൻ്റെ കീഴിലുള്ള ആളുകളുടെ പിഴ കൊണ്ടാണെങ്കിൽ പോലും മറ്റുള്ളവരെ കുറ്റം പറയാതെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവിടെ സ്വയം കുറ്റപ്പെടുത്താതെ അവർ ചെയ്യുന്നൊരു കാര്യം, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ നമ്മളൊരു ഫെയിലർ ആയെന്നോ അല്ലെങ്കിൽ നമ്മളൊരു വീക്കായിട്ടുള്ള വ്യക്തിയാണെന്നോ അർത്ഥമില്ല. നമുക്ക് ആ ഒരു സമയത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റിയാൽ മറ്റുള്ളവരെ കുറ്റം പറയാതെ നമ്മൾ അവിടെ ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സണായി മാറുകയാണ്. മറ്റുള്ളവരുടെ വിശ്വാസ്യത കൂടിയാണ് നമ്മളവിടെ നേടിയെടുക്കുന്നത്. ആളുകൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നത് സ്വന്തം തെറ്റുകളെ അംഗീകരിക്കാൻ മനസ്സുള്ള, ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവാൻ മനസ്സുള്ള വ്യക്തികളെയാണ്. ഇനി 10ാമതായിട്ട് പറയാനുള്ള കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തേക്ക് വളരെ നല്ലതായിട്ടിരിക്കാനൊക്കെ സാധിക്കും. പക്ഷേ നിങ്ങളുടെ അതേ വ്യക്തിത്വം ആഴ്ചകളോളം, മാസങ്ങളോളം
വർഷങ്ങളോളം നിങ്ങൾ കീപ്പ് ചെയ്യുന്ന സമയത്താണ് ആളുകൾ നിങ്ങളെ പൂർണ്ണമായിട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ഈ ഒരു തുടർച്ചയാണ് സമൂഹത്തിൽ നിങ്ങൾക്ക് റെപ്യൂട്ടേഷൻ തരുന്നത്. എപ്പോഴും ഓർക്കുക, റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഓവർനൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ, പെരുമാറ്റ രീതികളിലൂടെ, നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളിലൂടെയാണ് സമൂഹം നമുക്ക് റെസ്പെക്റ്റ് തരിക. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്താലും സ്വയം നിങ്ങളെ റെസ്പെക്റ്റോടുകൂടി കാണുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് കാണാം. ബൈ.